എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അതുപോലെ തന്നെ ഹണി റോസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒട്ടുമിക്ക ആളുകൾക്കും ഈ പ്രശ്നം അറിയാമായിരിക്കും, ഇവർ തമ്മിലുള്ള പ്രശ്നം അറിയാമായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും വിശദീകരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ. ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നമസ്കാരം. ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികതോദകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല. പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താ പറയുക, ഹണി റോസിനെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല സാധാരണക്കാരാണ് ണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ അയാൾ ജയിലിലായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ഇയാളിപ്പോൾ ഇത്രയും പണത്തിൻ്റെയും ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ആരും ഒന്ന് നടപടി എടുക്കാത്തതും ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത്. ശരിയാണ്, അയാൾ പാവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ എന്തെങ്കിലും നമുക്ക് കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അതിനെതിരെ മാർക്കൊക്കെ വിളിച്ചു കൂവാനുള്ളൊരു ഇതല്ലല്ലോ പൊതുവേദി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഇതല്ലല്ലോ. അതുപോലെ തന്നെ ഹണി റോസ് പറയുന്നത് ഡബിൾ മീനിങ് ആയിട്ട് പുള്ളിക്കാരിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ പലയിടത്തും പല ഇൻ്റർവ്യൂ ആണെങ്കിലും പല ഇതിലാണെങ്കിലും പുള്ളിക്കാരിയെ ഹാസ്യ രൂപേണയാണെങ്കിലും കോമഡി രൂപേണയാണെങ്കിലും പല രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരാൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുമല്ലോ, നമ്മളെയാണ് പറയുന്നത്. അയാൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെറിയൊരു ശത്രുത ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ കുറിച്ച് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് നമ്മളെയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ അതാണ് ഹണി റോസ് പറയുന്നത്. അതുപോലെ തന്നെ ഇയാൾക്കെതിരെ ബോജയ്ക്കെതിരെ ആരും നിയമ നടപടികളൊന്നും എടുക്കുന്നില്ല. അതാണ് പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പറയില്ല, ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഹണി റോസ് മനോരമ ന്യൂസിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ടു നോക്കൂ. ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. ഞാനൊരു 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു, ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ്.
അപ്പോൾ ഹണി റോസ് പറയുന്നത് ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോച്ചെ എന്താണ് ഓർഗനൈസ് ചെയ്ത ആ ഒരു പ്രോഗ്രാമിൽ തന്നെയായിരുന്നു ഇങ്ങനൊരു ഇത് പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നത്. എന്താ പറയുക, ഹണി റോസ് അപമാനിക്കപ്പെടാൻ ഉണ്ടായ ആ ഒരു ഇടം എവിടെയാണെന്ന് ചോദിച്ചാൽ ആ പുള്ളിക്കാർക്ക് തന്നെ ഉണ്ടല്ലോ ഒരു ജ്വല്ലറി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇതിലാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, എന്താണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ 4 മാസം മുമ്പ് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗസ്റ്റായിട്ട് വിളിച്ചത് ഹണി റോസിനെയായിരുന്നു. ആ ഒരു ടൈമിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് എന്താ പറയുക ഹണി റോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഹണി റോസിന് ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട്. അതാണ് എന്താ പറയുക ഹണി റോസിന് ഭയങ്കര ഹേർട്ടായത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് കുറച്ച് കേട്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. അപ്പോൾ എന്താ പറയുക, ചിരിയ വരുന്നത്. ഇവിടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിക്കുന്നത് കുന്തി ദേവിയെക്കുറിച്ച് എന്താണ് ഹണി റോസിനെ കാണുന്ന സമയത്ത് കുന്തി ദേവിയെ ഓർമ്മ വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുന്തി ദേവിയിലെ ഹിന്ദിന്ന് മാറ്റിയിട്ട് വേറൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്കത് പറയാൻ ലജ്ജ തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ആ ഒരു രീതി തന്നെയാണ് ഉദ്ദേശിച്ചത്. ഹണി റോസിന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹണി റോസിന് ഹേർട്ടായി എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും പൊതുമധ്യത്തിൽ വെച്ചിട്ട് അങ്ങനെ വേറെ ആരെയും കണ്ടില്ല. മഹാഭാരതത്തിൽ വേറെ ആരെല്ലാം ഉണ്ട്, അവരെയൊന്നും പറയാതെ കുന്തി ദേവിയെക്കുറിച്ച് മാത്രം പറയേണ്ട കാര്യം ബോബി ചെമ്മണ്ണൂരിന് ഇല്ലായിരുന്നു. അപ്പോൾ അത് ഒരു സ്ത്രീത്വത്തെ എന്താ പറയുക, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു വാക്ക് തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്കും തോന്നിയത്. അങ്ങനെ ഒരിക്കലും ഒരു പൊതുമധ്യത്തിൽ വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് ഭയങ്കര മോശമായി പോയി. അപ്പോൾ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. കണ്ട, അവിടെയും ഡബിൾ മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇയാൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കണം. അപ്പോൾ ചിലവർ ചോദ്യം ചോദിക്കുമ്പോൾ ഹണി റോസ് ഇത് എന്തുകൊണ്ട് 4 മാസം മുന്നേ നടന്ന സംഭവമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാതെ ഇരുന്നത്, പക്ഷേ ഇയാൾ എന്ത് തോന്നിവാസം വിളിച്ച് പറയുമ്പോഴും ഒന്നും പറയാതെ, അപ്പോൾ വേണമെങ്കിൽ പൊക്കോട്ടെ, അന്നൊരു ഇത് കൊടുക്കുക എന്ന് പറയുമല്ലോ. നമ്മൾ കുറേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തവണ ഒരു വാണിംഗ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം പ്രതികരിക്കാൻ നിൽക്കില്ല. പിന്നെയും നമ്മളെ നിരന്തരമായിട്ട് ഒരാൾ പറയുമ്പോഴാണല്ലോ നമ്മളത് പ്രതികരിക്കുക. അപ്പോൾ ഇയാൾക്ക് എവിടെ പോയാലും, ഏത് ഇൻ്റർവ്യൂ ആയാലും, ഏത് ഇതായാലും ഫുൾ ഡബിൾ മീനിങ് ആണ് ഇയാൾ പറയുന്നത്. അപ്പോൾ നമ്മളത് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അത് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് എന്താ പറയുക, പൊതുവേദിയിൽ വെച്ചിട്ട് ഈ ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഏതൊരു വേദി കിട്ടിയ സമയത്തും ഇയാൾ ഈ ഡബിൾ മീനിങ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ സമയം അത് കേട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ ഒരുപാട് പറയുന്ന സമയത്ത് ആരാണെങ്കിലും അത് പ്രതികരിക്കും. അങ്ങനെയാണ് എന്തായാലും ഹണി റോസ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്തായാലും നല്ലൊരു പ്രവണതയല്ല. അതായത് ഒരു സ്ത്രീകളെ എങ്ങനെ പറയുന്നത് എന്തായാലും നല്ലൊരു പ്രവണതയല്ല. പുള്ളിക്കാരിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ പൊതുവേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ നാണം കെടുത്തേണ്ട കാര്യമില്ലല്ലോ. എല്ലായ്പ്പോഴും എല്ലാവരും എല്ലാം കേട്ടിരിക്കണമെന്നില്ല, എപ്പോഴാണെങ്കിലും അത് പ്രതികരിക്കും. എന്തായാലും ഇയാൾ ഇത്തിരി ഇതായുള്ള സ്ഥിതിക്ക് ഇയാൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഒരു അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് പറയുന്നത്. എന്തായാലും ഇയാൾക്ക് എതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ എന്ത് പറയുമ്പോഴും അത്
പഞ്ചപുച്ഛം അടക്കി കേട്ടിരിക്കേണ്ട ഗതികേടൊന്നും ആർക്കും ഇല്ലല്ലോ. അതും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു പെണ്ണും കേട്ടിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് എനിക്കിത് യോജിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. ഇയാളുടെ ഡബിൾ മീനിങ് ആയിട്ടുള്ള ഈ സംസാരം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.